സോയാബീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച എൻ്റെ ഫ്രണ്ടിന് ഒരുപാട് താങ്ക്സ്. കാരണം എനിക്കൊരു കണ്ടൻ്റ് ആയല്ലോ. വളരെ എളുപ്പമാണ്. സോയാബീനിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് കുതിരാൻ വെക്കണം. പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചൂടുവെള്ളത്തിൽ കൊണ്ട് കൈയിട്ട് പിഴിഞ്ഞൊന്നും എടുക്കരുത് കേട്ടോ. എന്നിട്ട് എന്നെ ഒന്നും പറയല്ലേ, ആറിയിട്ടേ പിഴിഞ്ഞെടുക്കാവുള്ളൂ. എന്നിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആ സോയാബീൻ നിന്നിട്ട് നന്നായിട്ട് തിരിഞ്ഞ് കുറച്ച് നേരം വെക്കണം. പിന്നെ അത് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ സോയാബീൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടങ്ങ് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡിയായി കേട്ടോ. എല്ലാവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് കരിവേപ്പിലയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്യണേ. ഓക്കെ, താങ്ക് യു.